അങ്ങനെ അനി തന്നെ ഈ ഡീലും കരസ്ഥമാക്കാണ്. നയനയുടെ ട്രഡീഷണൽ ഡിസൈനുകൾ കമ്പനിക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ നയനയുടെ ഡിസൈനുകൾ തന്നെ കമ്പനി തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഡേവിഡിന്റെയും അബിയുടെയും മുഖം ഒന്ന് കാണണം. ആകെ ചമ്മി നാറി തല കുനിച്ചാണ് അവർ നിൽക്കുന്നത്. നവ്യ പുറത്ത് വിഷമം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് ഒരുപാട് സന്തോഷിക്കാനിട്ടോ. നവ്യ മാത്രമല്ല മാളവികയും. അങ്ങനെ ഡീൽ അനൗൺസ്മെന്റ് ചെയ്തതിനു ശേഷം ഹാളിനകത്ത് നിന്നും എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയ ഡേവിഡ് അബിയോട് പറയുന്നുണ്ട്, അബി സാറേ, വീണ്ടും ഒരു തകർച്ച നമ്മൾ നേരിട്ടല്ലേ. നമുക്ക് ഈ ഡീലും നഷ്ടപ്പെട്ടു. ഈ ഡീല് കിട്ടിയിരുന്നെങ്കിൽ ആ അനിയുടെ മുന്നിലൂടെ തലയുയർത്തി നടക്കാനായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഇതിപ്പോ അവന്റെ മുന്നിലൂടെ തല താഴ്ത്തി നടക്കേണ്ട സ്ഥിതിയാ. ആദ്യത്തെ തവണയാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇതിപ്പോ രണ്ടാം തവണയും പരാജയപ്പെട്ടു. എന്ത് ചെയ്യാനാ സാറേ, നമ്മൾ പരാജയപ്പെടണമെന്ന് കരുതിയിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി. ആ നയനാന്ന് പറയുന്നവളെ അത്ര നിസ്സാരക്കാരിയല്ല. അവളെ വെട്ടിക്കാന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് നല്ല ഒന്നാം നമ്പർ ഡിസൈനേഴ്സ് വന്നാലേ അവളെ വെട്ടിക്കാൻ നമുക്ക് പറ്റൂ. ഞാൻ അബിസാർ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് മാളവികയുടെ ഡിസൈൻ തന്നെ ഈ ഡീലിനും എടുത്തത്. ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വേറെ ഡിസൈനേഴ്സിനെ ഇറക്കുമായിരുന്നു. എന്തായാലും ഈ ഡീലും കിട്ടിയില്ലല്ലോ അബിസാറെ. പത്രക്കാരിപ്പോ പലതും പടച്ചു വിട്ട് കാണും. എന്തായാലും മോന്റെ അച്ഛനെ വിളിച്ച് ഞാൻ ഈ വിവരം എങ്ങനെ പറയുമെന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. ഡേവിഡ് സാറേ, വീണ്ടും നമ്മൾ പരാജയപ്പെട്ടല്ലേ. ആദ്യത്തെ പരാജയം നമ്മൾ അത്ര രീതിക്ക് ബാധിച്ചില്ലായിരുന്നു. പക്ഷേ ഈ പരാജയം നമ്മളെ നല്ല രീതിക്ക് ബാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, സാറേ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാം? എന്ത് ചെയ്യാന്? ആ വിജയിച്ചവരുടെ മുന്നിലൂടെ തലകുനിച്ച് നടക്കണം. അപ്പോഴാണ് മാളവിക അങ്ങോട്ട് വരുന്നത്. ഡേവിഡ് സാർ, വന്നോ? എന്താ അവര് പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല സാർ. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ഒന്നുകൂടി നല്ല ഡിസൈൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അതിലിപ്പോ എന്താ കാര്യം? ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവര് പറയാതെ തന്നെ നീ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഡീല് കിട്ടില്ലായിരുന്നോ? അപ്പൊ അബി പറയുന്നുണ്ട് കേട്ടോ, സാർ വെറുതെ മാളവികയെ വഴക്ക് പറയണ്ട. മാളവികയുടെ ഡിസൈൻസ് ഒക്കെ നമ്മളും കണ്ടതല്ലേ. നല്ല ഒന്നാന്തര ഡിസൈൻ ആയിരുന്നു. അതിന് മുകളിൽ ആ ഗർഭമുള്ളവളെ സ്ഥാനം പിടിക്കുന്ന നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ സാറേ? അതുകൊണ്ട് മാളവികയെ മാത്രം കുറ്റം പറയണ്ട. അബി സാറേ, എങ്ങനെയാ മാളവികയെ കുറ്റം പറയാതിരിക്കുക? ഒരു ഡിസൈൻ ആണ് നമുക്ക് ഡീല് കിട്ടണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, മാളവികയുടെ ഡിസൈൻസിന് ഹെൽപ്പ് മാത്രം എയും ജ്വല്ലറിക്ക് പോരാ, വേറെയും കുറച്ച് ഡിസൈനേഴ്സിനെ കൊണ്ടുവരണം. ഇത് പറഞ്ഞുകൊടുക്കുന്ന സമയത്താണ് കേട്ടോ അനിയും നയനിയും അങ്ങോട്ട് വരുന്നത്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഏട്ടത്തിയുടെ ചേച്ചിയും വന്നിട്ടുണ്ട് ഏട്ടത്തിയുടെ പതനം കാണാൻ. അവര് വന്നിരിക്കുന്നതേ ഏട്ടത്തിയും ഞാനും കൂടി അവരുടെ മുന്നിലൂടെ തല കുനിച്ച് പോകുന്നത് കാണാൻ വേണ്ടിയാ. എന്നിട്ടിപ്പം നമ്മൾ ഇവർ നാലാളും തല കുനിച്ച് പോകുന്നത് കാണേണ്ടി വരുന്ന അവസ്ഥയാ. ഇത് കേട്ട ഡേവിഡിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഡേവിഡ് പറയുന്നുണ്ട്, മോനെ അനി, നീ ചെറുപ്പമാണ്. നിനക്ക് 2 തവണ കിട്ടിയപ്പോഴത്തേക്കും നീ വലിയ രാജാവായ പ്രഹസനൊന്നും കാണിക്കണ്ട. ഇങ്ങനത്തെ ഓരോ സ്റ്റേജും കടന്നുകൊണ്ട് തന്നെയാ ഈ MD ആയി ഡേവിഡ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരെ ചവിട്ടി താഴ്ത്തിയിട്ട് തന്നെയാ ഏൻ ജ്വല്ലറി ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മോന്റെ കൂടുതൽ പ്രഹസനങ്ങളൊന്നും ഇവിടെ എടുക്കാൻ നിൽക്കണ്ട. അപ്പൊ നയന പറയുന്നുണ്ട്, ഇത് പ്രഹസനല്ല സാറേ, നിങ്ങളെപ്പോഴും പ്രഹസനങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ അനി പറഞ്ഞത് ഇപ്പൊ പ്രഹസനായിട്ട് തോന്നിയത്. അനി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എന്റെ ചേച്ചി പോലും വന്നിരിക്കുന്നത് ഞാൻ തല താഴ്ത്തി പോകുന്നത് കാണാൻ വേണ്ടിയാ. ആ സമയത്ത് നവ്യ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, നയനെ, ഞാൻ ഒരിക്കലും നിന്റെ പതനം കാണാൻ വേണ്ടിയല്ല വന്നത്. നിന്റെ വിജയം കണ്ട് സന്തോഷിക്കാനാണ് വന്നത്. പക്ഷേ അതൊന്നും എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അനി പറയുന്നുണ്ട്, സത്യം പറയലോ, ഇവർ ഏട്ടത്തിയുടെ ചേച്ചിയാന്ന് പറയാൻ പോലും എനിക്കിഷ്ടമില്ല. കാരണം സ്വന്തം ചോരയെ തിരിച്ചറിയാത്ത ചേച്ചിയെ നിങ്ങൾ. സ്വന്തം അച്ഛനും അമ്മയും സത്യം പറഞ്ഞപ്പോ പോലും വിശ്വസിക്കാതെ ബാക്കിയുള്ള കള്ളക്കൂട്ടങ്ങളുടെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഡേവിഡ് പറയുന്നുണ്ട്, നിർത്താനി, നിങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെ അങ്ങ് വീട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്താൽ മതി. അത് മറ്റുള്ളവർ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ആവണ്ട. എന്ന് വെച്ചാ കുടുംബകലഹം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്നർത്ഥം. സാറേ, അതിന് കുടുംബകലഹം ഉണ്ടാക്കാൻ മാത്രം കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എടച്ചെറുക്ക, 2 പ്രാവശ്യം നിനക്ക് ഡീല് കിട്ടിയെന്ന് കരുതിയിട്ട് നീ വലിയ കൊമ്പത്തെ MD ഒന്നും ആവണ്ട. ഒരൊറ്റ നിമിഷം മതി ഇതെല്ലാം തകർന്നടിയാൻ. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ നിൽക്കുന്ന അബിയെ മാനേജർ ആക്കിയതും അതിനുശേഷം ഓരോ പടികളായിട്ട് ഏൻ ജ്വല്ലറി താഴ്ത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ നിമിഷവും ഏൻ ജ്വല്ലറി താഴ്ത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇവനെ പോലെ ഒരുത്തനാണല്ലോ നിങ്ങളുടെ മാനേജർ. അപ്പൊ അബി പറയുന്നുണ്ട്, അനി നിർത്ത്. എന്താ എനിക്ക് കുഴപ്പം? എനിക്ക് മാനേജർ ആവാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടാ ഡേവിഡ് സാർ എനിക്ക് ആ പൊസിഷൻ തന്നത്. ഏട്ടത്തി, ഇവൻ പറഞ്ഞത് കേട്ടോ? ഇവൻ ആകപ്പാട് സമ്പാദിച്ചത് മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാക്കിയ ചീത്തപ്പേര് മാത്രമാ. ആ ചീത്തപ്പേരുകൊണ്ടായിരിക്കും നിനക്ക് ഏൻ ജ്വല്ലറിയിൽ മാനേജർ പൊസിഷൻ തന്നത്. ഡാനി, നീ കൂടുതൽ ആളാവാൻ നോക്കണ്ട. ആളാവാൻ നോക്കിയ നീ എന്തു ചെയ്യടാ? നാണമില്ലല്ലോ നിനക്ക്. നീ ഇപ്പൊ ദിവസം താമസിക്കുന്നതും ഉണ്ണുന്നതും മൂർത്തീസ് ജ്വല്ലറിയുടെ സമ്പാദ്യമാണ്. അതിന് പോലുള്ള നന്ദി കാണിക്കാതെ നാണം കെട്ടവൻ ഏൻ ജ്വല്ലറിക്ക് വേണ്ടി പണിയെടുക്കുക. ഇത് കേട്ടപ്പോൾ തന്നെ നയന പറയുന്നുണ്ട്, അനി മതി, നമുക്ക് പോവാം. നമ്മൾ തർക്കിക്കാനല്ലല്ലോ ഇങ്ങോട്ട് വന്നത്.
നമ്മുടെ ആവശ്യം എന്തായിരുന്നു അത് നടന്നില്ലേ, ഇനി നമുക്ക് പോവാം, വാ. ഏട്ടത്തി അത് വരാനല്ല അനി നിന്നോട് പറഞ്ഞത്. ശരി ഏട്ടത്തി. അങ്ങനെ അവര് രണ്ടുപേരും കൂടി പുറത്തോട്ട് പോവാണ് കേട്ടോ. പുറത്താണെങ്കിൽ ആദർശ് വെയിറ്റ് ചെയ്തുകൊണ്ട് കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നവ്യ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, നീ ഇങ്ങനെ നിന്ന് ഉരുകി നാണം കെടുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാടാ. ഇങ്ങനെ ഓരോ സ്റ്റേജിലും നീ ചിലറയെ താഴെ തട്ടിലെത്തിക്കണം. അവസാനം നിന്നെ അവർ കറിവേപ്പിൽ എറിയുന്നത് പോലെ എറിയും. അത് കാണണോടെ എനിക്ക്. അവസാനം ഒന്നും അല്ലാത്ത രീതിയിലാവണം നീ. നവ്യ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ അനിയും അവളും പറഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തപ്പോൾ എനിക്ക് ദേഷ്യം കൂടി വരുമായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് ഈ ഡീലും കിട്ടിയില്ല. ഇനി അടുത്ത ഡീൽ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കണം ഇനി ഓരോ നിമിഷവും. അതെ അബി. ആ സമയത്താണോ നാഗേന്ദ്രൻ ഡേവിഡിന്റെ ഫോണിലോട്ട് വിളിക്കുന്നത്. ഡേവിഡ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ നാഗേന്ദ്രനാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നവ്യ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, അബി സാറേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. ശരി സാറേ. അപ്പോഴാണ് മാളവിക പറയുന്നത്, ഡേവിഡ് സാർ എങ്ങോട്ടാ? എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. സാർ എന്തായാലും ജംഗ്ഷൻ വഴിയല്ലേ പോകുന്നത്, എന്നെ ഒന്ന് ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യോ? അയ്യോ മാളവിക ഒന്നും കരുതരുത്, അത് പറ്റില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിയേ പറ്റൂ. മാളവിക ഒരു കാര്യം ചെയ്യ്, ഒരു ടാക്സി വിളിച്ചു പോ. എന്നാ ശരി. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവിടുന്ന് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മാളവിക മനസ്സിൽ കരുതുന്നുണ്ട്, ഇയാൾ ഇപ്പൊ പോകുന്നത് ചിലപ്പോ ആദർശ് സാറ് തിരയുന്ന ആ അബിയുടെ അച്ഛന്റെ അടുത്തോട്ടായിരിക്കും, നാഗേന്ദ്രന്റെ അടുത്തോട്ട്. ചിലപ്പോ അബിയും അങ്ങോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ ഡേവിഡ് സാറിനെ പിന്തുടർന്ന് കഴിഞ്ഞാൽ സാർ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ പറ്റും. ചിലപ്പോ അബിയുടെ അച്ഛന്റെ അടുത്തോട്ടാണെങ്കിലോ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫോർമേഷൻ ഉടനെ തന്നെ ആദർശ് സാറിന് കൈമാറണം. അങ്ങനെ ഡേവിഡ് കാർ എടുക്കുന്നുണ്ട് കേട്ടോ. തൊട്ടു പിന്നാലെ തന്നെ മാളവിക ഒരു ടാക്സി വിളിച്ച് പിന്നാലെ തന്നെ വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അബിയും നവ്യാണ് കാണിക്കുന്നത്. അവര് കാറില് അനന്തപുരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നവ്യ, ഞാൻ എന്തായാലും അനന്തപുരിയിലോട്ടില്ല. അതെന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. അനന്തപുരിയിൽ 3/4 പേരും എന്റെ പരാജയം കാത്തിരിക്കുന്നവരായിരിക്കും. അവരുടെ മുന്നിലോട്ട് തല കുനിച്ച് പരാജയപ്പെട്ടുകൊണ്ട് കയറി ചെല്ലാൻ എനിക്ക് പറ്റില്ല നവ്യ. അബി, നീ എന്തിനാ അവരെ പിടിച്ച് തല കുനിച്ച് നിൽക്കുന്നത്? നിനക്ക് തല ഉയർത്തി അവരുടെ മുന്നിലൂടെ നടക്കാം. ഈ മാനേജർ പൊസിഷൻ കിട്ടിയത് തന്നെ നിനക്ക് ഏറ്റവും വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് അവരുടെ മുന്നിൽ. അതുകൊണ്ട് നീ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീയല്ലായിരുന്നല്ലോ അവിടുത്തെ MD. നീ അവരുടെ കൂടെ ചെന്നു, അത്രമാത്രല്ലേ ഉള്ളൂ. പിന്നെ മാളവികയുടെ ഡിസൈൻസ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോ നമ്മുടെ കുഴപ്പമില്ലല്ലോ, നമ്മളല്ലല്ലോ ഡിസൈനേഴ്സ്. അതുകൊണ്ടല്ല നവ്യെ, എനിക്ക് ഒരാളെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇവൻ ആരോ കാണാൻ പോവാണെന്നുള്ള കാര്യം കൺഫേമായി. ആരെയാണ് കാണാൻ പോകുന്നതെന്ന് അറിയണം. ഏഞ്ചലറുടെ തലപ്പത്തിരിക്കുന്ന ആളാണോന്നറിയണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അബി നേരെ പോയിക്കോ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് വീട്ടിൽ പോവാം. അത് വേണ്ട, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ടെന്നേ, എനിക്ക് ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അത് വാങ്ങിച്ചിട്ടൊക്കെ ഞാൻ പതിയെ വീട്ടിൽ പോയിക്കോളാം. ആണോ? എന്നാ പിന്നെ നീ ഇവിടെ ഇറങ്ങിക്കോ, അതാവുമ്പോൾ എനിക്കും കുറച്ചുകൂടി സൗകര്യമാവും. ശരി. അങ്ങനെ നവ്യയെ അവിടെ ഒരു ഭാഗത്ത് ഇറക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നവ്യ നമിതയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ നമിതേ. നവ്യ, നീ എവിടെയാ? ഞാൻ ജംഗ്ഷനിലുണ്ട്. ഞാൻ അവിടെ തന്നെയുണ്ട്. ജംഗ്ഷനിലോ? അവിടെ എവിടെ? ഇവിടെ ഒരു ഫ്രൂട്ട് ബേ ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ് നമിതേ, ദാ ഇവിടെ. കട്ടു, ഞാൻ അങ്ങോട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് നമിത കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് വരുന്നുണ്ട്. നവ്യേ, ഈ ഡീല് ഏഞ്ചലർക്ക് കിട്ടിയില്ലല്ലേ? കിട്ടിയില്ല. എന്തായാലും നീ കരുതുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് നമിതേ. ഞാൻ ആഗ്രഹിച്ച പോലെ ഏഞ്ചലറിക്ക് കിട്ടിയില്ലത്. പകരം ആ ഡീല് മൂർത്തീസ് ജ്വല്ലറി കരസ്ഥമാക്കി. സത്യം പറയാലോ, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എന്നാ പിന്നെ ഇന്ന് നിന്റെ വക ഒരു ജ്യൂസ് വേണം. അതിനെന്താ, നിനക്ക് ജ്യൂസ് അല്ല, നീ എന്ത് ചോദിക്കുന്നോ അത് ഞാൻ വാങ്ങിച്ചു തരും. അയ്യോ, ഇപ്പൊ എനിക്ക് അതിമോഹമൊന്നും ഇല്ലേ, ഇപ്പൊ എനിക്ക് ജ്യൂസ് മാത്രം മതി. നമിതേ, പക്ഷെ ഇപ്പൊ ജ്യൂസ് കുടിക്കാനുള്ള സമയമില്ല. അതെന്താ? അബി എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുക. ആരെ കാണാനാ നവ്യേ? നിനക്കെന്തെങ്കിലും സൂചന കിട്ടിയോ? കിട്ടി. ആരെയാ? അബി ചിലപ്പോ കാണാൻ പോയത് ആ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആളെയാണെങ്കിലോ? മിക്കവാറും അത് തന്നെ ആവാനാ സാധ്യത. ആണോ നവ്യേ? എന്നിട്ട് നീ എന്ത് പണിയാ ചെയ്തത്? ഒരു ടാക്സി വിളിച്ച് അവന്റെ പിന്നാലെ വിടണ്ടേ? അതിനല്ലേ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. ഞാൻ പിന്നാലെ ചെന്ന് കഴിഞ്ഞ് അവൻ എന്തേലും സംശയം തോന്നിയാലോ? നീയാകുമ്പോ നിന്നെ അവന് പരിചയമില്ലല്ലോ. അപ്പൊ ഇത് ഞാൻ കണ്ടെത്തണം എന്നാണ് നീ പറയുന്നത്? അതെ നമിതേ, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് കരുതരുത്. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ നന്മയുള്ളവർക്ക് വേണ്ടി നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, തെറ്റായ കാര്യമൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതം മാത്രമേ ഉള്ളൂ.
ഇപ്പൊ ഞാൻ എന്ത് വേണം? അബി എങ്ങോട്ടാ പോയതെന്നറിയോ? പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ അബി എങ്ങോട്ടാ പോയതെന്ന് അറിയാൻ പറ്റൂ. നീ ഇപ്പൊ തന്നെ പുറപ്പെട്ട നമിതേ, ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത്. ശരി. അങ്ങനെ നമിതയും വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശിനെയും നയനിയും അനിയാണ് കേട്ടോ. അവരിപ്പോ വീട്ടിലെത്തിയിരിക്കുകയാണ്. അനി, സത്യം പറയലോ, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം. നീ എന്റെ അനിയനാണെന്ന് പറയുന്നല്ലേ, ആദ്യത്തേക്കാളും ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട് ഞാൻ. ഏട്ടാ, എന്നെ വല്ലാതെ അങ്ങ് പൊക്കി വെക്കൊന്നും വേണ്ട. ഏട്ടൻ എന്റെ ഏട്ടനാണെന്ന് പറയുന്നതാ എനിക്കിഷ്ടം. പിന്നെ ഞാൻ ആ ഡീലിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഡിസൈനർമാർക്കല്ലേ അവിടെ മുഖ്യ പ്രാധാന്യം. ഏട്ടത്തിയുടെ ഡിസൈൻ ആ ഡീലർമാർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡീല് കിട്ടിയത്. അതിന് ഏട്ടത്തിയാണ് പ്രശംസിക്കേണ്ടത്, എന്നെ അല്ല. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് രണ്ടുപേർക്കും എന്റെ വക കൺഗ്രാറ്റ്സ്. ആദർശേട്ടാ, ഇന്നാണ് ഞാൻ അനിയുടെ പെർഫോമൻസ് കാണുന്നത്. സത്യം പറയാലോ, ബാക്കിയുള്ളവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടേ അനി അങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് സംശയമായിരുന്നു. പക്ഷെ അനി എന്നെ ഞെട്ടിച്ചോണ്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ടാ പെർഫോം ചെയ്തത്. നയനെ, ഇവനങ്ങനെ നിസ്സാരനായി കാണണ്ട. എന്റെ അനിയനാ ഇവൻ. ഇതും പറഞ്ഞുകൊണ്ട് അവര് പരസ്പരം ചിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡേവിഡിനെയാണ്. ഡേവിഡ് നേരെ ആ വീട്ടിൽ കയറി നാഗേന്ദ്രന്റെ റൂമിലോട്ട് കയറി ചെല്ലാണ്. നാഗേന്ദ്രൻ ആണെങ്കിൽ ആകെ കട്ട കലിപ്പിലാണ് ഇരിക്കുന്നത്. സർ, എടോ താൻ വന്നോ? ഞാൻ വിളിച്ചിട്ട് എന്താ താൻ ഫോൺ എടുക്കാഞ്ഞത്? അത് പിന്നെ സാറ് വിളിക്കുന്ന സമയത്ത് എന്റെ കൂടെ നവ്യയും അഭിയും ഉണ്ടായിരുന്നു. ഛേ എടോ, നമുക്ക് ഈ ഡീലും കിട്ടിയില്ലല്ലോ ഡേവിഡേ. അതെ സാറേ, ഈ ഡീലും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് മൂർത്തി ജ്വല്ലറി കരസ്ഥമാക്കി. ഛേ, എങ്ങനെ പറയാൻ തോന്നുന്നു തനിക്കിത്? എടോ ഡേവിഡേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. ഓരോ നിമിഷവും നമ്മുടെ ഈ ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുകയാണ്. സാറേ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മാളവികയുടെ ഡിസൈൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ നമുക്ക് ആ ഡീല് കിട്ടത്തുള്ളൂ. എടോ, എന്ന് കരുതിയിട്ട് ഡീലെല്ലാം നഷ്ടപ്പെടുത്തണമെന്നാണോ? സാറ് വിഷമിക്കണ്ട. അടുത്തൊരു ഡീല് വരുന്നുണ്ടല്ലോ. ആ ഡീലിന് നമ്മൾ എന്തായാലും കരസ്ഥമാക്കിയിരിക്കും. ഈ ഡീലിനും അത് തന്നെ അല്ലടോ താൻ പറഞ്ഞത്? സർ, എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ഈ ഡീല് നമുക്ക് കിട്ടുമെന്ന്. പക്ഷെ ആ പെൺകുട്ടി വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ടും രാത്രി ഉറങ്ങാതെയാണ് ആ ഡിസൈൻസ് തയ്യാറാക്കിയതെന്ന് സാറേ അറിയാൻ പറ്റിയത്. അപ്പൊ താൻ എന്താടോ പറഞ്ഞിട്ട് വരുന്നത്? മാളവിക ഒരു ചുക്കിനും കൊള്ളത്തില്ലെന്നോ? സാറേ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റത്തെ ഡീല് നമുക്ക് കിട്ടാൻ കാരണക്കാരി മാളവികയല്ലേ. അതുകൊണ്ട് മാളവിക അങ്ങനെ കുറച്ച് കാണുമല്ലേ ഞാൻ. എടോ, രണ്ടാമത്തെ ഡീലിൽ തന്നെ മാളവികയുടെ ഡിസൈൻസ് ആയിരുന്നു നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല. അപ്പൊ പിന്നെ മൂന്നാമത്തെ തവണയും മാളവികയുടെ ഡിസൈൻസ് മാത്രം എടുക്കാൻ പാടില്ലായിരുന്നു. പുതിയ ആളുകളെ കൊണ്ടുവരണമായിരുന്നു. സാറേ, അക്കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം. അത് വേണ്ട എന്നും മാളവികയുടെ ഡിസൈൻസ് മാത്രം എടുത്താൽ മതിയെന്നും സാറിന്റെ മകൻ തന്നെയാ പറഞ്ഞത്. അബി സാറ്. എന്ത്, അബിയോ? അതെ, സാറിന്റെ മകൻ തന്നെ. ഓഹോ, അപ്പൊ അവൻ നിന്നെ വരച്ച വരെ നിർത്താൻ നോക്കുന്നുണ്ടോ? അങ്ങനെയല്ല സാറേ, എന്തൊക്കെ പറഞ്ഞാലും സാറിന്റെ മകനല്ലേ ഇത്. സാറിന് ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ ആ ഇമ്പോർട്ടൻസ് സാറിന്റെ മകന് കൊടുക്കുന്നുണ്ട്. എന്നാ അത് ഇനി മുതൽ വേണ്ട. എനിക്ക് തരുന്ന ഇമ്പോർട്ടൻസ് എന്റെ മകന് കൊടുക്കണമെന്നില്ല. ജ്വല്ലറി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവരുടെ സാന്നിധ്യം വേണം. അതിനാണ് ഡേവിഡെ തന്നെ ഞാൻ ആ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ അധികാരം വെച്ച് നിനക്ക് അബിയെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അതുമാവാം. ജ്വല്ലറിയുടെ വിജയം മാത്രമായിരിക്കണം മുന്നിൽ കാണേണ്ടത്. അവൻ എന്റെ മകനൊക്കെ തന്നെയാണ്, അതൊക്കെ ശരിയാ. പക്ഷേ ജ്വല്ലറിയെ തകർക്കാൻ നോക്കിയ സ്വന്തവും ബന്ധമൊന്നും എനിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യമാണ് എൻ്റെ ജ്വല്ലറി. അത് തകർക്കാൻ എൻ്റെ മകനാണെങ്കിലും അത് ഞാൻ സമ്മതിക്കില്ല. തനിക്ക് ഞാൻ തന്ന അധികാരം താൻ അത് മാനേജറുടെ അടുത്ത് എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കേട്ടോട്ടെ ഡേവിഡേ? കേട്ടു സാറേ, ഞാൻ ഇനി അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഈ അബിസാർ എന്നുള്ള വിളി ഒഴിവാക്കിക്കോ. അബി എന്ന് വിളിച്ചാൽ മതി. തന്റെ തൊഴിലാളിയെ താൻ എന്തിനാ സാറെന്ന് വിളിക്കുന്നത്? എടോ, ഇതൊക്കെ തന്നെ മതിയില്ലേ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കാൻ. അത് പിന്നെ സാറിന്റെ മകനായതുകൊണ്ടാണോ നീ സാറിനെ വിളിക്കുന്നത്? അതെ സാർ. എന്നാ ആ വിളി ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോ. അബി എന്ന് വിളിച്ചാൽ മതി. സാധാരണ എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കുന്ന പ്രാധാന്യം മാത്രം അവിടെ അബിക്ക് കൊടുത്താൽ മതി. അതിനിടയിൽ ഒരു സ്നേഹപ്രകടനം വേണ്ട. തന്നോട് എനിക്ക് പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുണ്ട്. ഇനി വരാൻ പോകുന്ന ഡീല്, അതായത് ആ പെൺകുട്ടിയുടെ ഡെലിവറി ടൈം അടുത്തോണ്ട് നിൽക്കുന്ന സമയം, ആ സമയത്ത് അവൾക്ക് അത്ര വലിയ ഡിസൈൻസ് റെഡിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വേണം മൂർത്തി ജ്വല്ലറിയെ ഇടിച്ചു താഴ്ത്തേണ്ടത്. അവളൊന്ന് സുഖം പ്രാപിച്ച് വരുമ്പോഴത്തേക്കും ഒരു 4-5ഓളം ഡീല് നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം. കേട്ടില്ലേ? അതെനിക്ക് മനസ്സിലായി സാർ. എന്തായാലും അടുത്ത തവണയുള്ള ഡീല് മുതൽ നമ്മൾ തന്നെ അത് കരസ്ഥമാക്കിയിരിക്കും. വെറുതെ ചുമ്മാ പറഞ്ഞാൽ പോരാ, കരസ്ഥമാക്കിയിരിക്കണം. പിന്നെ ഈ പരാജയത്തിൽ എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ മോൾ കെട്ടാൻ പോകുന്നത് അനിയെന്ന് പറഞ്ഞ പയ്യനെയാ. അതുകൊണ്ട് എൻ്റെ മോൾക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണത്. അതുകൊണ്ട് ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതൊരു തിരിച്ചടി തന്നെയാ. എടോ ഡേവിഡേ, തന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ സാർ? അബിയുടെ കാര്യം പറയാനുള്ളത്. അബിയുടെ എന്ത് കാര്യം സാർ? അബിക്ക് ഈയിടെയായിട്ട് ആ മാളവികയിലോട്ട് ഒരു വലിവുണ്ടോന്ന് സംശയമുണ്ട് എനിക്ക്. അത് സംശയമില്ല സാർ, സത്യമായിട്ടുള്ള കാര്യാ. ആണോ? എന്നിട്ട് നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് താൻ അത് എന്നോട് പറഞ്ഞില്ലല്ലോ.
അത് പിന്നെ സാറേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണോന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. എടോ ഡേവിഡേ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ത് കാര്യമുണ്ടെങ്കിലും അത് എന്നോട് പറയണമെന്ന്. ഇനി മുതൽ പറയാം സാറേ. അപ്പോൾ തനിക്കറിയാം മാളവികയിലോട്ട് എൻ്റെ മകനൊരു ചെരിവുള്ള കാര്യം. അറിയായിരുന്നു സാർ. അബി സാറെ പറഞ്ഞ് തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവളൊരു വിവാഹം കഴിച്ച കാര്യം തനിക്കറിയില്ലേ ഡേവിഡേ? അതെനിക്കറിയാം സാർ. ആ കുട്ടി മാരീഡ് ആണെന്നറിയാം. അവൾ ചിലപ്പോൾ സ്വത്ത് മോഹിച്ച് നമ്മൾ അബിയെ സ്വന്തമാക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ മോൻക്ക് ഇനി നല്ലൊരു ജീവിതമാണ് വേണ്ടത്. അതുകൊണ്ട് അവളെയും അബിയും എവിടെ വെച്ച് കണ്ടാലും രണ്ടുപേരെയും യഥാസ്ഥാനത്ത് എത്തിക്കണം. രണ്ടുപേരെയും പറഞ്ഞു മനസ്സിലാക്കണം. അത് കുറച്ച് ഷൗട്ട് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ശരി സാറേ, എല്ലാം പറഞ്ഞ പോലെ ചെയ്തോളാം. ആ സമയത്താണ് കേട്ടോ അബി അങ്ങോട്ട് കയറി വരുന്നത്. അച്ഛാ, ആ അബി വാ. അങ്കിൾ ഇവിടെ വന്നിരുന്നോ? എങ്ങനെ വരാതിരിക്കും? ഇന്നത്തെ ഡീല് നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് ഡേവിഡിന് എൻ്റെ മുന്നിൽ വന്നല്ലേ പറ്റൂ. അച്ഛാ, അത് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മളിനി മാളവികയുടെ ഡിസൈൻസ് മാത്രം ആശ്രയിക്കരുത്. അച്ഛാ, നമ്മൾ ഈ കാര്യത്തിൽ മാളവിക എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അബി നിർത്ത്. നീ എന്തിനാ മാളവിക ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് സപ്പോർട്ട് കൊടുത്താൽ മതി. പിന്നെ അബി, നിന്നെ മാനേജർ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത് അവിടെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയാ. ചില കടമകളുണ്ട് മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക്. അതെനിക്കറിയാലോ അച്ഛാ. പക്ഷെ നീ അതൊന്നും ചെയ്യാതെ ഉഴപ്പുന്നുണ്ടെന്നാ എനിക്കറിയാൻ പറ്റിയത്. ആ സമയത്ത് അബി ഡേവിഡിന്റെ മുഖത്തോട്ട് നോക്കുന്ന കേട്ടോ. അയ്യോ മോനെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയാതെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. തെറ്റിദ്ധാരണയോ? ഞാനാണത് ചെക്ക് ചെയ്തത്. നിന്റെ ക്യാബിൻ ചെക്ക് ചെയ്ത സമയത്ത് 1-2 ലവ് ലെറ്റർ എനിക്ക് കിട്ടി. അതല്ലാതെ ജ്വല്ലറിയുടെ ഒരു ഫയലും നിന്റെ ക്യാബിൽ ഉണ്ടായിരുന്നില്ല. ചില പ്രധാനപ്പെട്ട ഫയലുകളുടെ ഉള്ളിൽ നിന്ന് വരെ നിന്റെ ലെറ്ററുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് അബി? നീ എന്താ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്ന സ്വഭാവം നീ ഇതുവരെ നിർത്തിയിട്ടില്ലേ? അയ്യോ അച്ഛ, ഞാനത് നിർത്തി. എങ്ങനെ നിർത്തിയെന്ന്? എന്നിട്ടാണോ ഇഷ്ടംപോലെ ലവ് ലെറ്റേഴ്സ്, അതും ഒരുപാട് പെൺകുട്ടികൾക്ക് എഴുതി കൂട്ടി വെക്കുന്നത്? അത് പിന്നെ നീ പറയാൻ പോകുന്ന കള്ളത്തരം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ ഈ സ്വഭാവം ഒഴിവാക്കുന്നത് അബി നിനക്ക് നല്ലത്. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. നവ്യയുടെ സ്വഭാവം നന്നായിരുന്നെങ്കിൽ നിനക്ക് നവ്യ തന്നെ ഭാര്യയായിട്ട് ധാരാളമായിരുന്നു. പക്ഷേ ഇവിടെ നവ്യ സ്വാർത്ഥതയുള്ളൊരു പെൺകുട്ടിയാ. സ്വന്തം വീട്ടുകാരോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാത്തൊരു പെൺകുട്ടി. അതുകൊണ്ട് അവളെ നിന്റെ ലൈഫിൽ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ നവ്യ തന്നെ ആയിരുന്നേനെ നിന്റെ ലൈഫിൽ. എടോ ഡേവിഡേ, താൻ പൊയ്ക്കോ. പിന്നെ അബി, നീയും ഇവിടെ അധികം നേരം നിൽക്കാൻ നിൽക്കണ്ട. ഡേവിഡിന്റെ കൂടെ പൊയ്ക്കോ. അതെന്താ അച്ഛാ? ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പം നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. നിങ്ങളുടെ പിന്നാലെ ഓരോ കരങ്ങളും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ഭാഗത്ത് നമിതയും മറുഭാഗത്ത് മാളവികയും കാണിക്കുന്നത്. രണ്ടുപേരും യഥാർത്ഥ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. മാളവിക പെട്ടെന്ന് തന്നെ ആദർശിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമിത നവ്യയ്ക്കും. പിന്നെ കാണിക്കുന്നത് ആദർശിനാണ് കേട്ടോ. ആദർശ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് ശരിക്കും ഞെട്ടി നിൽക്കാൻ കേട്ടോ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ? നയനെ, ഇപ്പം മാളവിക ആ നാഗേന്ദ്രന്റെ ലൊക്കേഷൻ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് സംശയം മാത്രമായിരുന്നു. പക്ഷേ ഞാൻ സേവിയറിന് ആ നമ്പറും ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തപ്പോൾ സേവിയർ പറയുന്നത് ഈ നാഗേന്ദ്രൻ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ. അത് മാത്രമല്ല, ഞാൻ ഞെട്ടിയത് വേറൊരു കാര്യം കൊണ്ടാ. എന്താ ആദർശേട്ടാ? ഇപ്പം അടുത്ത് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നില്ലായിരുന്നോ? നിനക്കും എനിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മളറിയാതെ നമ്മളെ സഹായിക്കുന്ന ഒരു അജ്ഞാതൻ. എന്തായാലും ആ അൺനോൺ നമ്പറിൽ നിന്ന് ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ മാളവിക അയച്ചിരിക്കുന്ന ലൊക്കേഷൻ തന്നെയാ അവരും അയച്ചിരിക്കുന്നത്. അതിനർത്ഥം ആ നാഗേന്ദ്രൻ ആ വീട്ടിനകത്ത് തന്നെയുണ്ടെന്നാ. ആദർശേട്ടാ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടെ ആ ആളുണ്ടോയെന്ന് കൺഫേം ആക്കണം. അതിനുവേണ്ടി അവിടെ ഒരാളെ നിർത്തിയേ പറ്റൂ. സേവറിന്റെ അറിവിൽ ആ ഭാഗത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് അവിടെ നിന്ന് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ പറയണം. ആ നാഗേന്ദ്രൻ തന്നെയാണ് അവിടെ നിന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും. പിന്നെ ആ വ്യക്തി അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ മുത്തശ്ശന ഇൻഫർമേഷൻ കൈമാറാലോ. എന്റെ ദൗത്യം പൂർണ്ണമാവും ചെയ്യുന്നതിനെ. എന്തായാലും ഞാൻ ആ ചേട്ടനെ വിളിച്ച് വിവരം പറയട്ടെ. അങ്ങനെ ആദർശ ഒരു ചേട്ടനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മറ്റൊരു ചേട്ടൻ ഫോൺ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഹലോ, ഞാൻ ആദർശ്, മൂർത്തി ജ്വല്ലറിയുടെ. എനിക്ക് മനസ്സിലായി. സേവിയർ മോൻ എന്നെ വിളിച്ചിരുന്നു. സേവിയർ പറഞ്ഞ ആദർശ. സേവിയർ ലൊക്കേഷൻ വിട്ട് വീട് എനിക്ക് മനസ്സിലായി. ഇതിവിടുന്ന് 2 വീട് അപ്പുറത്താ. ചേട്ടന് വിരോധമില്ലെങ്കിൽ ആ വീട്ടിൽ ഒരാളുണ്ട്. ഒരു 10-52 വയസ്സിനുള്ളിൽ പ്രായം ഉണ്ടാവും. അയാൾ പുറത്തോട്ട് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ എൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യണം. വെറുതെ വേണ്ട ചേട്ടാ. ചേട്ടൻ എന്നെ സഹായിച്ച ചേട്ടൻ അതിൻ്റെ പതിര് മറിഞ്ഞ സഹായം ഞാൻ ചെയ്യും. ശരി മോനെ, ഞാൻ എന്തായാലും ആ ഫോട്ടോ പകർത്തിട്ട് മോൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യാം. എനിക്ക് ഈ ഫോട്ടോയെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചും ഒന്നും കാര്യമായിട്ട് അറിയില്ല. പക്ഷേ എൻ്റെ മോൾ ഇവിടെ ഉണ്ട്. മോളെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ച് സാറിൻ്റെ ഫോണിലേക്ക് വിടിക്കാം.
ശരി ഏട്ടാ, വളരെ ഉപകാരമുണ്ട്. ശരി മോനെ. അങ്ങനെ അവർ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ജ്വല്ലറി. അബി ആണെങ്കിൽ മാളവികയുടെ ക്യാബിലാണ് കേട്ടോ. അങ്ങനെ ഡേവിഡ് ആണെങ്കിൽ അബിയുടെ ക്യാബിലോട്ട് വരുന്നുണ്ട്. അബി അബി ഇതെവിടെ പോയി? വാഷ്റൂമിലാണോ? പെട്ടെന്നാണ് അവിടുത്തെ വേറൊരു സ്റ്റാഫ് വരുന്നത്. നിധി, അബിയെ കണ്ടിരുന്നോ? അബിസാറെ കണ്ടിരുന്നു സർ. അബിസാറ് മാളവിക മാഡത്തിന്റെ ക്യാബിലുണ്ട്. ഛേ, ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ഇവൻ എന്തിനാ ഏത് സമയം മാളവികയുടെ പിന്നാലെ നടക്കുന്നത്? എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിലേ അതെനിക്ക് വലിയ പ്രശ്നമാവും, തലവേദനയാവും. ഇതും പറഞ്ഞുകൊണ്ട് നേരെ ഡേവിഡ് മാളവികയുടെ ക്യാബിലോട്ട് ചെല്ലുന്നുണ്ട്. അബി, ഡേവിഡ് സാറേ, എന്താ അബി ഇത്? ഇപ്പം ഏത് സമയം വന്നാലും മാളവികയുടെ റൂമിൽ തന്നെയാണല്ലോ അബി. അബിയോ? ഇന്നലെ വരെ എന്നെ അബിസാറെന്ന് വിളിച്ചിരുന്ന ആളാണല്ലോ. ഇപ്പം എന്താ അബിയെന്ന് വിളിക്കുന്നത്? അബി എന്താ ആലോചിക്കുന്നത്? അല്ല സാറേ, ഇന്നലെ വരെ എന്നെ അബിസാറേന്നാണെന്നല്ലോ വിളിച്ചിരുന്നത്. ഇന്നലെ ഡീല് കിട്ടാത്തതോട് കൂടിയിട്ട് എന്നെ അബിയെന്ന് വിളിയാക്കിയോ? അതൊക്കെ എൻ്റെ ഇഷ്ടം പോലെയല്ല അബി വിളിക്കേണ്ടത്. എൻ്റെ ഇഷ്ടം ഇപ്പം അബിയെന്ന് വിളിക്കാനാണ്. അതുകൊണ്ട് ഞാൻ അബിയെന്ന് വിളിച്ചു. പിന്നെ സാറെന്നുള്ള വിളിക്ക് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അത് ആവശ്യമുണ്ടാകുമ്പോൾ ഉപയോഗിക്കാനും ആവശ്യമില്ലാത്തപ്പോൾ ഉപയോഗിക്കാതിരിക്കാനുള്ളതാ. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അബി, തന്നെ ഞാൻ മോശക്കാരനായി ചിത്രീകരിച്ചതുകൊണ്ടല്ല അബിസാറേന്ന് വിളിക്കാത്തത്. എൻ്റെ ഇഷ്ടം പോലെ വിളിക്കുന്നു എന്ന് മാത്രം. മാളവികെ, നിനക്ക് ജോലിയൊന്നുമില്ലേ? ഏത് സമയം അബിയായിട്ട് സംസാരത്തിലാണോ? സാറേ, ഞാനല്ല അബിസാറുമായിട്ട് സംസാരിക്കുന്നത്. അബിസാർ ഇങ്ങോട്ട് വരുന്നതാ. എന്തൊക്കെയാണോ അബി കേൾക്കുന്നത്? താനാണോ ഇങ്ങോട്ട് വരുന്നത്? അത് പിന്നെ ഒന്നും അബി പറയണ്ട. അബിക്ക് 100 കൂട്ട കാര്യങ്ങൾ നോക്കാനുണ്ട്. മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ അറിയാനുണ്ടായിരിക്കും. ഇഷ്ടം പോലെ ഫയലുകൾ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും. എന്നിട്ട് എന്താ അബി ഇങ്ങനെ നിൽക്കുന്നത്? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ. ജ്വല്ലറി ഇപ്പോൾ താഴെത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി മാനേജറും കൂടി ഒഴിപ്പിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടായിരിക്കാന്ന് അറിയാലോ. സർ, സോറി. ഞാൻ ഇനി എന്തായാലും അത് പരമാവധി ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇയാളെന്നെ പഠിപ്പിക്കുക. അയാളെ ഞാൻ കാണിച്ചു കൊടുക്കാം. അയാൾ ആരാന്നാ അയാളുടെ വിചാരം. മാളു, ഞാൻ പിന്നെ വരാം. മാളുവോ? അബി മാളു എന്നാണോ വിളിക്കുന്നത്? അത് പിന്നെ ഞാനൊരു അങ്ങനെ നിക് നെയിം ഒന്നും ഇവിടെ ഓഫീസിൽ വേണ്ട. മാളവിക എന്ന് വിളിച്ചാൽ മതി. ശരി സാറേ. മാളവിക, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ക്യാബിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. ശരി സാറേ. അങ്ങനെ അബി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, എന്താ മാളവിക ഇത് വളരെ മോശമാണ് കേട്ടോ. അയാൾ ഇനി ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാലും അയാളോട് മാളവിക സംസാരിക്കാൻ പാടില്ല. അതെങ്ങനെയാ സാറേ? എൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ അബിസാറ്. അബിസാറിന് മാളവികയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഇല്ലാതാക്കണം എന്നാ പറഞ്ഞത്. ആ ഇഷ്ടം പൂവണിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും മാളവികയുടെ അടുക്കൽ നിന്ന് വേണ്ട. ശരി സാർ. അങ്ങനെ ഡേവിഡ് നേരെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ അബിയുടെ ക്യാബിലോട്ടാണ് പോകുന്നത്. അബി, തൻ്റെ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ഫയൽസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫയലുകളൊക്കെ ഇന്ന് തന്നെ ക്ലിയർ ആക്കണം. അബി അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ നോക്കൂ. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അബി പറയുന്നുണ്ട്, ഒന്ന് നിന്നേ. എന്താ? താനെന്താടോ എന്നെ പഠിപ്പിക്കാണോ? താനിക്ക് എന്നെ പഠിപ്പിക്കാനുള്ള എന്ത് യോഗ്യതയാണോ ഉള്ളത്? അബിയെ പഠിപ്പിക്കാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട്. ഞാനാണ് ഇപ്പം ഇവിടുത്തെ MD. അതുകൊണ്ട് MD പറയുന്നതല്ലേ മാനേജർ കേൾക്കേണ്ടത്. അതുപോലെ MD പറയുന്നത് കേട്ട് മാനേജർ നല്ല കുട്ടിയായിട്ട് ആ ജോലി ചെയ്യാൻ നോക്ക്. നിർത്തറോ. താനാള് കൊള്ളാലോ. എടോ, താൻ വെറും ഡ്യൂപ്ലിക്കേറ്റ് MDയാ. ആ MDയുടെ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ഞാനാടോ. ഞാൻ MD ആയി കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെയൊക്കെ തൂക്കിയെടുത്ത് എറിയും ഞാൻ ഇവിടുന്ന്. അതെനിക്കറിയാം അബി. നിങ്ങൾ അതിന് മടിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായതാ. എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം തന്നത് ആ ഉത്തരവാദിത്തം ഓരോന്നും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാനേജർ ആയിരിക്കാനുള്ള അർഹതയില്ലെങ്കിൽ ആ നിമിഷം നിങ്ങളെ പുറത്താക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി സാറേ. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അച്ഛനാണത്ര അച്ഛൻ. അയാളൊക്കെ ഒരു അച്ഛനാണോ? സ്വന്തം മക്കളെ മറ്റുള്ളവരെ കൊണ്ട് ഇടിച്ച് താഴ്ത്തുന്നു. എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളൊക്കെ അയാളെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിലേക്ക് കരസ്ഥമാക്കണം. എന്നാലേ ഇനി എനിക്ക് ഉറക്കം കിട്ടത്തുള്ളൂ. ഈ കാണുന്ന സാമ്രാജ്യം എൻ്റേത് മാത്രമാക്കണം. അതിലൊരച്ഛനും അമ്മയ്ക്കും അവകാശം ഉണ്ടായിരിക്കരുത്. എൻ്റെ പെങ്ങക്ക് പോലും. എന്നിട്ടല്ലേ ഈ ഡേവിഡ്. ഇയാളൊക്കെ കൊല്ലും ഞാൻ. എനിക്ക് നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അത് സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും, സ്വന്തം പെങ്ങളാണെങ്കിൽ പോലും ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല. മാളവിക എനിക്ക് കിട്ടണം. അത് തടയാൻ നോക്കുന്ന ആരാണെങ്കിലും വെച്ചേക്കത്തില്ല ഞാൻ. പിന്നെയല്ലേ പീറ ഡേവിഡ്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിന്റെ ബാക്കി കിട്ടാൻ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമന്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.